ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്കും റാഹത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ 7:30 മണിയായിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക് വരുമ്പം. ഇപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളും മദ്രസൊന്നുമില്ല. 2-3 ദിവസമായിട്ടാണ് മഴ കാരണം സ്കൂളും മദ്രസൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ശനിയാഴ്ചയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ അന്ന് സ്കൂളും ഇല്ല മദ്രസും ഇല്ല കേട്ടോ. അപ്പോൾ 7:30 മണിക്ക് ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട്. വന്നപ്പോൾ ഫസ്റ്റ് തന്നെ ചായ ഉണ്ടാക്കിയിട്ടാ. ചായ വെച്ചിട്ട് ചായ തിളക്കുന്ന സമയം കൊണ്ട് ഇതാ തുണികൾ ഇളക്കാനിട്ട് കൊടുക്കുന്നുണ്ട്. തുണികൾ ഇളക്കാനിട്ടിട്ട് വരുമ്പോഴത്തേക്ക് ചായക്ക് വെച്ച പാൽ തിളക്കുന്നുണ്ട്. അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തൈറോയ്ഡ് ഉണ്ട് കേട്ടോ. തൈറോയ്ഡിൻ്റെ ഗുളിക ഞാൻ വെറും വയറ്റിൽ കഴിക്കാറുണ്ട്. അങ്ങനെ ഇതതിന് തൈറോയ്ഡിൻ്റെ ഗുളിക കഴിക്കലാന്ന്. ഞാൻ 10-15 വർഷമായിട്ടോ തൈറോയ്ഡിൻ്റെ ഗുളിക കഴിക്കുന്നത്. പിന്നെ ഗർഭിണിൻ്റെ സമയത്തോ എപ്പോഴും ഞാൻ കഴിച്ചുകൊണ്ടേ കേട്ടോ. അങ്ങനെ എണിപ്പിച്ചപ്പാട് മറക്കാതെ തൈറോയ്ഡിൻ്റെ ഗുളിക കഴിക്കൂട്ടോ. അങ്ങനെ ഇതാ ഗുളിക കഴിക്കലാണ്. മറന്നു പോയാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഊത്തപ്പാണ് കേട്ടോ. തലേന്ന് രാത്രി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ കിച്ചണിൽ വന്നപ്പാട് ഫസ്റ്റ് തന്നെ നമുക്കത് നോക്കാൻ ഭയങ്കര ആഗ്രഹമല്ലേ. അരച്ചത് പൊങ്ങിനോ എന്തായി നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് പത്തലാന്ന്, രാത്രിത്തെ പത്തൽ അങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചതാണ് കേട്ടോ. ഇത് റൈസ് കുക്കറിലാണ് കേട്ടോ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അതിന് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെയായിരിക്കും അല്ലേ, അരച്ച് വെച്ചത് നല്ല. പക്ഷേ ഞാൻ ഫസ്റ്റ് വന്നിട്ട് നോക്കലുണ്ട് കേട്ടോ. വീഡിയോയിൽ എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ കുറച്ച് ലേറ്റ് ആയിരുന്നുണ്ട്. സമാധാനത്തോടെ നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഊത്തപ്പത്തിന് കറിയായിട്ട് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതായത് ഗ്രീൻ പീസ് എല്ലാം കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇതങ്ങനെ ചായ അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മനസ്സുറച്ച വന്നിട്ടുണ്ട്. അങ്ങനെ കുട്ടികളൊന്നും എണീറ്റിട്ട് കേട്ടോ. നമ്മൾ രണ്ടാളേ ഉള്ളൂ. അവരെല്ലാം എണീക്കുമ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ രണ്ടാൾ ചായ കുടിക്കുന്നുണ്ട്. അവർ എണീക്കാൻ കുറേ ലേറ്റ് ആവും കേട്ടോ. സ്കൂളും മദ്രസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ രണ്ടാളും ചായ കുടിക്കുന്നുണ്ട്. മഴയുള്ളതുകൊണ്ട് 2-3 ദിവസമായിട്ടോ സ്കൂളൊന്നും ഇല്ലാത്തത്. അതുകൊണ്ട് കുട്ടികൾക്ക് എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇപ്പോൾ മദ്രസയിലേക്കെല്ലാം പോകാൻ ഭയങ്കര മടിയുണ്ടാകും. കുറേ ദിവസമായിരുന്നു ലീവൊക്കെ. അങ്ങനെ ഇതാ ഞാൻ അപ്പം ചുട്ടിടാൻ വേണ്ടിയിട്ടുള്ള പാത്രമെല്ലാം കഴുകി വെക്കുന്നുണ്ട്. പിന്നെ നൂറ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പോയിട്ട് ആദ്യം കിടന്ന്. പിന്നെ റാഗി എപ്പോൾ എൻ്റെ ഒപ്പം എണീച്ചിട്ട് വരലുണ്ട്. എൻ്റെ ഇന്ന് എണീച്ചിട്ടാ. നൂറാനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വിളിക്കുന്നുണ്ടെങ്കിൽ ഓൻ എണീറ്റ് വരും. പിന്നെ ഇപ്പം ഓളെ വിളിക്കേണ്ടല്ലോ സ്കൂളില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഓൻ എണീച്ചിട്ട് വന്നിട്ടില്ല. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചു. ഇത് വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചയായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് വോയിസ് കൊടുക്കാനേ പറ്റാറില്ല കേട്ടോ. കുഞ്ഞെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ട് ആയിക്കൊണ്ടോ. പിന്നെ കുറേ പണി തിരക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ക്ഷമിക്കണം. പിന്നെന്തിപ്പോൾ നിങ്ങൾ കമൻറ്റെല്ലാം ഒന്ന് അറിയിക്കണം കേട്ടോ എന്തായാലും. അപ്പോൾ ഇനി ഗ്രീൻ പീസ് കറി റെഡിയാക്കി എടുക്കലാണ്. അങ്ങനെ ഇത് ഗ്രീൻ പീസ് കറിക്കുള്ളതാണ് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചെറിയ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാളയും പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വലിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കലാണ്. അങ്ങനെ പിന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. പിന്നെ വിചാരിച്ച് ഗ്രീൻ പീസ് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട്, അത് തേയിലാന്ന് വിചാരിച്ച്. അങ്ങനെ ഇത് ആദ്യം ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു സവാള, പിന്നെ ഒരു തക്കാളി. 4 തക്കാളി ഇല്ല കേട്ടോ, 4 പച്ചമുളകാണ് കേട്ടോ. തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ അറിയാതെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി കുത്തിയിട്ടിട്ട് കൊടുക്കണം. അത്ര തന്നെ കേട്ടോ. അങ്ങനെ 3 വിസിൽ വരെ വേവിച്ചെടുക്കലാണ്. ഒരു ഹൈ ഫ്ലെയിമിലും 2 ലോ ഫ്ലെയിമിലാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. ഞാൻ 3 ഹൈ ഫ്ലെയിമിൽ എടുത്തിട്ടുണ്ടാണ് കേട്ടോ. അതുകൊണ്ട് വേവാൻ കുറച്ച് വേവ് കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം 1 വിസിൽ വരെ വേവിച്ചെടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഇതിന് മുങ്ങാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വെന്തതിന് ശേഷം കേട്ടോ ചേർത്ത് കൊടുക്കൽ. ചേർക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം, വേവെല്ലാം ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെയാണ് ചേർക്കൽ. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഹൈ ഫ്ലെയിമിൽ 2 ലോ ഫ്ലെയിമിലാണ് കേട്ടോ വേവിക്കേണ്ടത്. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ 3 വട്ടം വേവിച്ച് പോയി. പിന്നെ അങ്ങനെ ഞാൻ നേരത്തെ അരച്ച് വെച്ച മാവിലേക്ക് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് റെഡിയാക്കി വെക്കലാന്ന് കേട്ടോ. ചൂടാൻ കുട്ടികളിൽ എണിക്കേണ്ട സമയമായിട്ടാണ് ചൂടാന്ന് വിചാരിച്ച്. പിന്നെ മനസ്സുറിച്ചാവും 10 മണിയല്ല കേട്ടോ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ ആ ടൈം ആകുമ്പോൾ തന്നെ ചൂടാന്ന് വിചാരിച്ച് ചൂടോടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ്. അങ്ങനെ അപ്പോൾ കറിയെല്ലാം റെഡിയാക്കി വെക്കാം. ഇതെല്ലാം റെഡിയാക്കി വെച്ചെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് വേറൊന്ന് ചുട്ടെടുക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ മാവെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഊത്തപ്പത്തിന് പിന്നെ ഉള്ളി വേണം, പിന്നെ ക്യാരറ്റ് വേണം, പിന്നെ മല്ലിയിലും വേണം കേട്ടോ. അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ തുണിയെല്ലാം അലക്കാനിട്ട് കൊടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. തുണി അലക്കിയെടുക്കുന്നതല്ലാതെ വെയിലത്തിടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ. മുകളിൽ തന്നെ ഇട്ടിട്ട് നിറഞ്ഞ് മഴ ആയതുകൊണ്ട് തുണിപ്പായ ഉണങ്ങുന്നേ ഇല്ല കേട്ടോ. പിന്നെ അത് ഭയങ്കര കഷ്ടമാണ്. എങ്ങനെയോ ഉണക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഊത്തപ്പത്തിനുള്ള മല്ലിയിലയും സവാളയും ക്യാരറ്റാണ് കേട്ടോ. ചെറിയൊരു പീസാക്കി കട്ടിളക്കി എടുക്കലാണ്. റാസി അപ്പുറം പോയിട്ടുണ്ട് കേട്ടോ. മോന് ഉണ്ടെങ്കിൽ വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര സൗണ്ട് ആക്കിക്കൊണ്ട് കരഞ്ഞോണ്ടേ നിൽക്കും കേട്ടോ. ചെറിയ കുഞ്ഞല്ലേ, അതുകൊണ്ട് തന്നെ അതുകൊണ്ട് കുറേ ബീറ്റ് ആയിക്കൊണ്ടല്ലോ ഇങ്ങനെ ഇട്ടുകൊണ്ടുള്ള സൗണ്ട് ആയിക്കൊണ്ടല്ലോ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇന്നത്തെ ചോറ് കേട്ടോ, നല്ലോണം ഉണ്ട്. അപ്പോൾ ഇന്ന് ഇതന്നെ മതി വിചാരിച്ചിട്ടാണ് ഇതന്നെ ചൂടാക്കിയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറേ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഗ്രീൻ പീസ് വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങാപ്പാലെടുത്തിട്ട് കൂട്ടണം. എന്നാലും ഒന്നും വെന്തിട്ടില്ല കേട്ടോ ചോറ്. പിന്നെ ദോശക്കെല്ലാം ഇട്ടാലും തീരൂല. അപ്പോൾ വിചാരിച്ച് ഏതായാലും തന്നെ ചൂടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ കുറച്ച് ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ദോശക്ക് ഇറക്കും പോലെ ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ആക്കൽ. അങ്ങനെ ചോറ് അതന്നെ ചൂടാക്കാമെന്ന് വിചാരിച്ച്. ഇനി പിന്നെ ഫ്രൈ പാന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബീഫ് കറി ഉണ്ട്, അതിലേക്ക് തേങ്ങ വറുത്തെടുക്കാമെന്ന് വിചാരിച്ച്. വറുത്തിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രൈ പാന് ചൂടാകുന്ന സമയം കൊണ്ട് തന്നെ ഇതാ ഗ്രീൻ പീസ് കറിക്ക് നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ. 1-ാം പാൽ 2-ാം പാലൊന്നുമില്ല. ഞാൻ നല്ല പോലെ അരച്ചെടുക്കും കേട്ടോ. എന്നിട്ട് നല്ല പോലെ പിഴിഞ്ഞിട്ട് കട്ടിയിലെടുക്കലാണ്. അങ്ങനെ ഫ്രൈ പാന് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചേർത്ത് കൊടുത്ത്, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എല്ലാം കൂടി നല്ലപോലെ വറുത്തെടുക്കലാണ് കേട്ടോ. തലേന്ന് രാത്രിയത്തെ ബീഫ് കറി ഉണ്ട് കേട്ടോ. കുറച്ച് മുളകിട്ടത് അതിലേക്ക് അരച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഊത്തപ്പത്തിലേക്ക് ഒരു കറിയായല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ അടുക്കേണ്ട ഇതാ തുണി അലക്കാനായിട്ടെല്ലാം ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഗ്രീൻ പീസ് കറിക്കുള്ള തേങ്ങ അരച്ചെടുത്തു കേട്ടോ. അത് നല്ല പോലെ അരിച്ചെടുക്കലാണ്. നല്ല കട്ടിയിലുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് കറിക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ നല്ലോണം തിളക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണത്. ഇനി കടുക് താളിച്ച് ചേർത്ത് കൊടുക്കണം ഗ്രീൻ പീസ് കറിക്ക്. അങ്ങനെ ഇതിനിടെ ബീഫ് കറിക്കുള്ള തേങ്ങ അരച്ചെടുക്കലാണ്. ബീഫ് കറി കുറച്ചേ ഉള്ളൂ കേട്ടോ. തലേന്ന് രാത്രിത്തതാണ്. അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടാക്കിയെടുത്ത ബീഫ് കറിയിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. തലേന്ന് രാത്രിത്തെ ബീഫ് കറിയെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. അപ്പത്തിനൊക്കെ രാവിലെയൊക്കെല്ലാം നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഇത് റാസി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവനക്ക് ബിസ്ക്കറ്റും ചായയും കൊടുക്കലാന്ന്. പിന്നെ എന്തോ കുറച്ച് നേരെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അതിനുശേഷം പിന്നെ ഗ്രീൻ പീസ് കറിക്കുള്ള കടുവെല്ലാം താളിച്ച് ഒഴിച്ച് കൊടുക്കലാണ്. അങ്ങനെ ഇതാ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില നല്ലതാണ് കേട്ടോ ഗ്രീൻ പീസ് കറിക്ക്. അതിനുശേഷം അപ്പായ പാത്രം തന്നെ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുറേ കൂടും, പിന്നെ പോകാൻ വേണ്ടിയിട്ട് വെനിയാവും കേട്ടോ. അപ്പോൾ അപ്പന്നെ ഇങ്ങനെ കഴുകിയെടുക്കലാന്ന്. അങ്ങനെ കിച്ചണത്തെ കാര്യമെല്ലാം കഴിഞ്ഞിട്ടാ. പിന്നെ അതുകൊണ്ട് തട്ടും ഷീറ്റെല്ലാം തുറച്ചെടുക്കലാണ്. അതിനുശേഷം വേഗം ഞാൻ ഉള്ളെല്ലാം അടിക്കാൻ വേണ്ടി പോയിട്ടാ. അപ്പം ചുടുന്ന സമയത്ത് ചുടാന്ന് വിചാരിച്ച് ഇതാ മോനെ കുളിപ്പിച്ച് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് ഉള്ളെല്ലാം അടിച്ചെടുക്കലാണ്.
ഉള്ളെല്ലാം അടിച്ച് വാരിയിട്ട് അതിന് ശേഷം ഞാൻ തുണിയെല്ലാം ഉണക്കാനിട്ട് കൊടുത്തിട്ടുണ്ടായിന്. അതെല്ലാം ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിൽ കൊണ്ടുപോയിട്ട് ആർത്തിടലാന്ന്. അപ്പോഴേക്കും മൻസൂർച്ച തിന്നാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പിള്ളറിൽ ഒരാൾ എണിച്ചുകൊണ്ടേ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയി കിച്ചണിൽ പോയിട്ട് അപ്പം ചുട്ടെടുക്കലാന്ന് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും വന്നിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ടേബിളിന്മേൽ കൊണ്ടുവെക്കലാന്ന്. ബീഫ് കറിയും ഗ്രീൻ പീസ് കറിയും ഊത്തപ്പം എല്ലാം ടേബിളിന്മേൽ കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. ഇത് യാറാക്കും റിയ ഇപ്പം എണിച്ചത് അവർക്കുള്ള ചായ വെക്കുന്നതാണ് കേട്ടോ. പിന്നെ അപ്പത്തിൻ്റെ ഒക്കെ വേറെ ആരും ചായ കുടിക്കല്ല, ഞാൻ കുടിക്കും കേട്ടോ. വേറെ ആരും കുടിക്കല്ല. ഇത് യാറാക്കും റിയാക്കും എന്നിട്ടാ വെക്കുന്നത്. അവർ ഇപ്പം എണീച്ചിട്ട് വന്നതാണ്. രണ്ടാമത്തെ മോള് റിയുവിനും പിന്നെ ഊത്തപ്പത്തിന് മോളിൽ ഇങ്ങനെ മല്ലിയില ഉള്ളി ക്യാരറ്റ് അതൊന്നും ഒരു ഇഷ്ടമല്ല കേട്ടോ. അവൾക്ക് പ്ലെയിനായിട്ട് ഇങ്ങനെ ചുടണം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ 2 ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടാ. അത് 2 ചുട്ടെടുക്കുന്നുണ്ട്. അതിലേക്ക് 100 മിക്കി മൗസ് വേണം. എന്നിട്ട് അങ്ങനെ ചുട്ടെടുത്തിട്ടാ. ഒക്കെ അങ്ങനെ വേണം. അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് പാത്രമെല്ലാം കഴുകാനുണ്ട്. എല്ലാം കഴുകി വെച്ചിട്ടാ. ഇനി ഞാനാണ് രാത്രിയത്തെ പത്തലുണ്ടായിന്. അങ്ങനെ അത് തിന്നാന്ന് വിചാരിച്ച്. പിന്നെ എനിക്ക് ചായ വേണം കേട്ടോ അപ്പത്തിൻ്റെ ഒക്കെ. അങ്ങനെ എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാനും കഴിക്കലാന്ന്. ഇത് മനസ്സിലാ കോഴി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കോഴിയുണ്ട് മീനുണ്ട്. കോഴി ഫ്രിഡ്ജിൽ വെച്ചിട്ടാ. ഇത് നല്ല ഇറച്ചി പീസെല്ലാം എടുത്തിട്ടാ രാത്രിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നല്ല പീസെല്ലാം നോക്കിയിട്ട് എടുത്ത് വെച്ച് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ പൂച്ച വന്നിട്ടുണ്ടായിന് കേട്ടോ. മീനിൻ്റെ മണം കേട്ടിട്ട് പൂച്ച വന്നിട്ടുണ്ടായിന്. പിന്നെ ഇവിടെ ഇച്ചിരി പൂച്ച തന്നെ കേട്ടോ. പോയിട്ടൊന്നുമല്ല, ഇവിടെ തന്നെയുള്ളതാണ്. പിന്നെ റാജി കളിപ്പിക്കുന്നതാണ്. അങ്ങനെ ഏട്ട എടുത്തിട്ടാ. ഏട്ട ചെറിയ ഏട്ടയാണ്, നല്ല ഏട്ടയൊന്നുമല്ല, ചെറിയ കുഞ്ഞേട്ടയാണ്. ഇങ്ങനത്തെ കൊണ്ടല്ലില്ല, എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ കുഞ്ഞാട്ടിയാണ്. അതിനെ മുളക് കറി വെക്കാൻ വിചാരിച്ച് പിന്നെ ചെമ്മീൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ മുറിച്ചിട്ട് ക്ലീനാക്കിയിട്ട് എടുക്കലാന്ന്. ഇതായിട്ടെല്ലാം മുറിച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് സിറുക്കും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. അങ്ങനെ ചെമ്മീൻ്റെ കൈറ്റ് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ചെമ്മീൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. ചെമ്മീൻ ഫ്രൈ മുളക് കറി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ചെമ്മീനെല്ലാം മസാല പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ മോന് പിന്നെ പാല് ചോദിച്ചുകൊണ്ടേണ്ട് കേട്ടോ. എനിക്ക് ഞാൻ കൊടുക്കലുണ്ട്. അങ്ങനെ എനിക്കിതാ അതിനിടയ്ക്ക് പാലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ മമ്മിയില്ല കേട്ടോ. മമ്മി ഇല്ലാത്തതുകൊണ്ട് പ്രാവിന് ആറാനോട് ഫുഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ കോതുമ്പോൾ അതിന് വെള്ളം കൊടുക്കലാന്ന് എനിക്ക് ഭയങ്കര പേടി കേട്ടോ. ഞാനിങ്ങനെ നോക്കിയില്ല, എനിക്ക് ഭയങ്കര പേടി. 4 പ്രാവുണ്ട് കേട്ടോ, അതിനുള്ള ഫുഡ് കൊടുക്കലാന്ന്. അങ്ങനെ അതിന് ശേഷം അങ്ങനെ നേരെ കിച്ചണിലേക്ക് വന്നിട്ട് പച്ചക്കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ പച്ചക്കറി ഉണ്ടാക്കിയെടുത്ത് അതിന് വേട്ടക്കറി വെക്കാൻ വേണ്ടി പോലാന്ന് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ പുളി, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. മീൻ കറി റെഡി ആയിട്ടാ. പിന്നെ ഞാൻ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടാ. അങ്ങനെ ചെമ്മീൻ ഫ്രൈ ആക്കി എടുക്കലാന്ന്. അങ്ങനെ ചെമ്മീനെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടാ. കറിയെല്ലാം റെഡിയായി. അങ്ങനെ പുറത്ത് പോയിട്ട് കുറച്ച് സമയം ഇരുന്ന് കേട്ടോ. നല്ല മഴയെല്ലാം ഉണ്ട് കേട്ടോ, നോക്കിക്കൊണ്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇരുന്നു. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ചോറ് വയ്ക്കലാന്ന് കേട്ടോ. ചോറ് വയ്ക്കാൻ വേണ്ടി കിച്ചണിൽ വന്ന് ആ സമയത്ത് പപ്പടം പൊരിക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുളക് കൊണ്ടാട്ടം, കൈപ്പക്ക കൊണ്ടാട്ടം എല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചോറ് വയ്ക്കുന്ന സമയത്ത് പൊരിക്കലാന്ന്. അങ്ങനെ എല്ലാം റെഡി ആയിട്ട് ശേഷം നമ്മളെല്ലാവരും കൂടി ചോറെല്ലാം വേവിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ചോറെല്ലാം വേവിച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം ചായക്ക് മൻസൂർ ചായ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായി കേട്ടോ. എന്ത് കാരപ്പം. എല്ലാവരും കൂടി ചായയും കഴിച്ചിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്ന കൂട്ടുകാരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേനെ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.